I have so many dreams, but none of them seem to become true. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. കണ്ണടച്ചു പിടിച്ചാൽ കാണാൻ കഴിയുന്ന വലിയ സ്വപ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്. വിജയിക്കണമെന്നും ജീവിതത്തിൽ വലിയൊരു നിലയിലെത്തണമെന്നും ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? പലരും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. പലരുടെയും സ്വപ്നങ്ങൾ നടക്കുന്നില്ല. കുറച്ച് പേർ മാത്രം വിജയിക്കുമ്പോൾ ഭൂരിഭാഗം പേരും പാതി വഴിയിൽ വെച്ച് തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നു. സ്വപ്നങ്ങൾ കാണാൻ ഒരു പണിയുമില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ അധികം സമയവും വേണ്ട. ബട്ട് അത് നേടിയെടുക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നന്നായി പണിയെടുക്കണം. പ്രശ്നങ്ങൾ തരണം ചെയ്യണം. എല്ലാവർക്കും മടിയാണ്. സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറല്ല. സ്വന്തം ശരീരം ഹെൽത്തി ആയിരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഡെയിലി കുറച്ച് സമയം അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവാം. ബട്ട് അത് നേടിയെടുക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആരും പണിയെടുക്കുന്നില്ല. ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്യണമെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിയിരിക്കണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിരിക്കണം. യു ഷുഡ് ബി ലൈക്ക് എ ലയൺ. യു നീഡ് ടു ഹാവ് ദ മൈൻഡ് സെറ്റ് ഓഫ് ലയൺ. ലയൺ ആറ്റിറ്റ്യൂഡ്. സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. സിംഹം ഒരിക്കലും ഇര അടുത്തേക്ക് വരുമെന്ന് കരുതി മടിച്ച് വെറുതെ കിടക്കില്ല. വിശപ്പറിഞ്ഞ് സർവ്വശക്തിയുമെടുത്ത് അത് വേട്ടയാടാനിറങ്ങും. തോൽവിയെക്കുറിച്ചോ പരാജയങ്ങളെക്കുറിച്ചോ അത് ചിന്തിക്കാറേയില്ല. സിംഹത്തിൻ്റെ മുന്നിൽ അതിൻ്റെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രം: ഇര പിടിക്കുക. ഇര പിടിക്കുക എന്ന ലക്ഷ്യം. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരുമ്പോൾ പേടിച്ചോടി പിന്മാറുന്നവരല്ല ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഡോണ്ട് റൺ ഫ്രം ദ ചലഞ്ചസ്, റൈസ് എബോവ് ദം. ഒരു പ്രതിസന്ധിയുമില്ലാത്ത സുഖമായ ജീവിതത്തിൽ നിന്നല്ല ആരും വിജയം കൈവരിച്ചിട്ടുള്ളത്. കാട്ടുതീ പോലെ പടർന്ന പ്രശ്നങ്ങളെയും അപമാനങ്ങളെയും തോൽവികളെയും നേരിട്ടവരാണ് ചരിത്രം തിരുത്തിക്കുറച്ചിട്ടുള്ളത്. കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒരു കാട്ടുതീ പോലെ നമ്മുടെ ചുറ്റും പടർന്നു പിടിക്കുമ്പോൾ എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പേടിച്ചോടി ഒളിച്ചാൽ പിന്നെ അവിടെ ബാക്കിയാകുന്നത് പരാജയം മാത്രമായിരിക്കും. അപമാനങ്ങളുടെയും തോൽവികളുടെയും ചൂടറിഞ്ഞ് തളർന്നു പോകാതെ ആ പ്രതിസന്ധികളെ നേരെ കൺമുന്നിൽ കണ്ട് അവയോട് പോരാടാൻ ഇറങ്ങുന്നവരാണ് യഥാർത്ഥ വിജയികൾ. സിംഹം ഒരു ഇരയെ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ മുന്നിൽ എന്തു തന്നെ വിലങ്ങായി നിന്നാലും എല്ലാ ശക്തിയോടെയും അതിൻ്റെ ഇരയെ അത് പിടിച്ചിരിക്കും. അതിൻ്റെ ലക്ഷ്യത്തിൽ അത് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ തോറ്റുകൊടുക്കാൻ തയ്യാറാവാത്ത പോരാളിയായിരിക്കണം. ദാറ്റ് ഈസ് ലയൺ മെൻറ്റാലിറ്റി. ആർ യു റെഡി ടു ഫൈറ്റ്? ദെൻ യു വിൽ വിൻ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ റെഡിയാണോ? പല പ്രതിസന്ധികളും നിങ്ങളുടെ മുന്നിലുണ്ടാവാം. ഫിനാൻഷ്യലി നിങ്ങൾ ഡൗൺ ആയിരിക്കാം. നിങ്ങൾ തളർത്താൻ പലരുമുണ്ടാവാം. മതി, ഇനി എനിക്ക് കഴിയില്ല, നിർത്താം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. സർവ്വപ്രതീക്ഷകളും തകർന്ന് തോൽവിയുടെ വക്കിലെത്തിയെന്ന് കരുതുന്ന ആ നിമിഷങ്ങളിലാണ് യഥാർത്ഥ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ്. അവിടെ നിന്ന് നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നാളെയുടെ വിജയമിരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനം എന്തിനേയും അതിജീവിച്ച് പോരാടുക എന്നത് തന്നെയാണ്. അവിടെയാണ് ലയൺ മെൻറ്റാലിറ്റി ആവശ്യമുള്ളത്. കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ആനയാണ്. ഏറ്റവും വേഗത്തിലോടുന്നത് ചീറ്റപ്പുലിയാണ്. എന്നിട്ടും കാട്ടിലെ രാജാവ് സിംഹമാണ്. എല്ലാവരും സിംഹത്തെ ഭയപ്പെടുന്നു. എന്തുകൊണ്ടാണ് സിംഹം രാജാവായത്? അതിൻ്റെ ശരീരവലിപ്പം കൊണ്ടല്ല, മറിച്ച് അതിൻ്റെ ആത്മവിശ്വാസവും പോരാട്ടവീര്യവും കൊണ്ട് തന്നെയാണ്. നിങ്ങൾ പലതവണ ട്രൈ ചെയ്തിട്ടും ഒന്നും വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല. ആവണമെന്നുമില്ല. ബട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യലല്ല, പരാതി പറയലല്ല. ട്രൈ അഗെയിൻ. ചിലപ്പോൾ വീണ്ടും തോറ്റുപോയേക്കാം. ദെൻ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ. ഡോണ്ട് സ്റ്റോപ്പ്. ഒരു തവണ വേട്ടയ്ക്കിറങ്ങി പരാജയപ്പെട്ടാൽ സിംഹം പിന്മാറിയിരിക്കുകയല്ല ചെയ്യുന്നത്. അത് പൂർവാധികം ശക്തിയോടെ വീണ്ടും വേട്ടയ്ക്കിറങ്ങുന്നു. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുമ്പോൾ കാൽ തെന്നി വീഴാം. പലരും തടസ്സങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കാം. ബട്ട് അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് ഒരു സിംഹത്തെപ്പോലെ കുതിച്ചുയരുമ്പോഴാണ് നിങ്ങൾ റിയൽ ഹീറോ ആയി മാറുന്നത്, റിയൽ ലയൺ ആയി മാറുന്നത്. എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം കണ്ണുവെക്കുക. മനസ്സിലോർക്കുക, എൻ്റെ ലക്ഷ്യം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. സിംഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും അതിൻ്റെ ഇരയ്ക്ക് നേരെ മാത്രമായിരിക്കും. ചുറ്റും എന്ത് സംഭവിക്കുന്നു, ആര് നിൽക്കുന്നു എന്ന് അത് നോക്കുക പോലും ചെയ്യില്ല. അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, അതിൻ്റെ ഇരയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്ക് കുതിച്ചുയരുന്നു. മറ്റുള്ള ഒന്നിനെയും ആരെയും സിംഹം വകവെക്കാറില്ല. അതുകൊണ്ട് തന്നെ സിംഹത്തെ എല്ലാവരും ഭയക്കുന്നു. ഫോക്കസ് ഓൺലി ഓൺ യുവർ ഗോൾ. ഡോണ്ട് ലെറ്റ് എനിത്തിങ് എൽസ് ഡിസ്ട്രാക്ട് യു. മറ്റൊന്നിനെയും നിങ്ങൾ പേടിക്കരുത്, ഭയക്കരുത്. ഇനി പുറകോട്ട് ഒരടി പോലുമില്ല. സ്റ്റാൻഡ് അപ്പ്. വരുന്നത് ഏത് കാട്ടുതീയായാലും ഏത് പ്രതിസന്ധിയായാലും
സിംഹത്തെപ്പോലെ ഉറച്ച ചുവടുകളോടെ നിങ്ങളുടെ ലക്ഷ്യത്തിന് നേരെ കുതിക്കുക. സിംഹത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ചേസ് യുവർ ഡ്രീം, ഫോക്കസ് ഓൺ യുവർ ഗോൾ, ഹണ്ട് ലൈക്ക് എ ലയൺ, there is no fear.